നമസ്കാരം. ചരിത്രമില്ലാത്ത ജനത, ചരിത്രം സൃഷ്ടിക്കുന്ന ജനതയായി ഉയർന്നു വന്ന ദേശം, അതാണ് നമ്മുടെ കേരളം. പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച പുതിയ ചലനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കി. തൊഴിലാളികളും കൃഷിക്കാരും സംഘടിത ശക്തിയായി മാറി. ജന്മിത്വത്തിന്റെ അടിത്തറ തകർത്തെറിഞ്ഞു. അങ്ങനെ 1957 ഒന്നാം EMS സർക്കാരിന്റെ കാലം മുതൽ മൗലികമായ പരിവർത്തനങ്ങൾക്കും ഉയർത്തെഴുന്നേൽപ്പുകൾക്കും തുടക്കമായി. ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സകല രംഗത്തും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ നാഡീസ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞുള്ള ചുവടുവയ്പ്പുകളാണ് സർക്കാർ നടത്തുന്നത്. അത്തരത്തിലൊരു പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോഓർഡിനേഷൻ കമ്മിറ്റി കേന്ദ്രീകരിച്ച് ഈസി കിച്ചൺ പദ്ധതി. സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവന്ന നാട്ടിൽ അടുക്കളയിൽ മറ്റൊരു വിപ്ലവത്തിന് തുടക്കമാവുകയാണ്. വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ലക്ഷ്യത്തോട് അടുക്കവേ ഇനി സൗകര്യങ്ങളില്ലാത്ത അടുക്കളകൾ നവീകരിക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ സ്ത്രീപക്ഷ ചിന്ത വെളിപ്പെടുത്തുന്നു. എല്ലാ ജനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യം ഏതെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞുവെന്നാണ് പ്രധാനമായും കാണേണ്ട സംഗതി. തദ്ദേശ മന്ത്രി MV രാജേഷ് പറഞ്ഞതുപോലെ അടുക്കള സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല. പക്ഷേ അടുക്കളയിൽ ജോലിയെടുക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണെന്ന് യാഥാർത്ഥ്യം. അവരുടെ അധ്വാനം കുറച്ച് ആരോഗ്യം സംരക്ഷിക്കാനുള്ള പുതിയൊരു ആശയമാണ് നടപ്പാക്കുന്നത്. സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരവുമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പാക്കുന്ന ഈസി കിച്ചൺ രാജ്യത്തിനാകെ മാതൃകയാണ്. നഗരസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും 75,000 രൂപ വരെ ഒരു അടുക്കള നവീകരണത്തിന് ചെലവഴിക്കാം. 6,000 രൂപ ഇലക്ട്രിക് പ്രവർത്തികൾക്കും ഉപയോഗിക്കാം. സർക്കാരിന്റെ ഭവന പദ്ധതിയിലുള്ള വീടുകൾക്ക് പദ്ധതി ഉപയോഗിക്കാൻ പാടില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ മുൻഗണനാ പട്ടിക രൂപീകരിച്ച് മറ്റ് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് പോലെയാണ് ഇതും നടപ്പാക്കുക. ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വർഷം നടപ്പാക്കാൻ കഴിയുന്നത് എത്ര അടുക്കളയാണോ അതിനാവശ്യമായ തുക ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് മാറ്റിവെക്കാം. വഴിയോരങ്ങളിലും മറ്റും അന്തിയുറങ്ങുന്നവർക്ക് ഷെൽട്ടർ നിർമ്മിക്കുവാനും സ്ത്രീകൾക്ക് നൽകി വരുന്ന സ്വയം തൊഴിൽ ഗ്രൂപ്പിനുള്ള ധനസഹായം ട്രാൻസ്ജെൻഡറുകൾക്ക് കൂടി ബാധകമാക്കാനും യോഗം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ സ്ത്രീ ശബ്ദം എവിടെയും കേൾക്കാം. സ്ത്രീ ശാക്തീകരണവും സ്വാതന്ത്ര്യവും തദ്ദേശ ജനാധിപത്യത്തിന്റെ മുഖ്യ ലക്ഷ്യമായി ഇടതു സർക്കാരുകൾക്ക് ഉയർത്തിപ്പിടിച്ചതിന്റെ ഒരു നേട്ടമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% സംവരണം നടപ്പാക്കിയത് കേരളത്തിൽ മാത്രമാണ്. ജനകീയ ആസൂത്രണവും കുടുംബശ്രീയുമെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തെ ശക്തമാക്കി. ഇതെല്ലാം ഇടതുപക്ഷ സർക്കാരുകളുടെ മുഖ്യ അജണ്ടയായിരുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് അടുക്കളയിലേക്ക് എത്തുന്ന ഈ ഈസി കിച്ചൺ പദ്ധതി.